ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ സർവകലാശാലകളെന്ന് പറയുന്നത് ബിരുദദാനത്തിന് മാത്രമുള്ള സ്ഥാപനങ്ങളാകരുത്. അത് പുതിയ അറിവുകൾ കണ്ടെത്താനും കൂടിയായിരിക്കണം. പുതിയ അറിവുകൾ കണ്ടെത്തണമെങ്കിൽ ഗവേഷണങ്ങൾ നടത്തണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ നിലവിലുണ്ട്. യൂണിവേഴ്സിറ്റികളും ധാരാളമുണ്ട്. പക്ഷേ എത്രമാത്രം പുതിയ അറിവുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതറിയില്ല. അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യരാശിയുടെ മുന്നേറ്റം എന്ന് പറയുന്നതിനുള്ള പ്രയാണം ഏറ്റവും നന്നായി സഹായിച്ചിട്ടുള്ളത് പുതിയ അറിവുകളും ശാസ്ത്ര നേട്ടങ്ങളുമാണ്. അതനുസ്യൂതം തുടരുന്ന ഒരു പ്രക്രിയയായിരിക്കണം. അപ്പോഴാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാകുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിനുള്ള പ്രാധാന്യം വളരെയേറെയാണ്. കാരണം പൗരാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്തണം. അത് എത്രമാത്രം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതും പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ രോഗികളുടെ എണ്ണം, ചികിത്സാ ചെലവുകൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടുന്നു. നമുക്കറിയാം, പനികളുണ്ടായ കാലത്ത് ഓരോ വർഷവും പകർച്ചപ്പനികൾ മലയാളികൾ ഒന്നടങ്കം കൂട്ടത്തോട് വിറപ്പിക്കുകയായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കൊരു പഠനം നടത്തേണ്ടതുണ്ട്. സത്യത്തിൽ പ്രമേഹത്തിൻ്റെ കാര്യമാണ് ഏറ്റവും ആശങ്കാജനകമായിരിക്കുന്നത്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പുതിയ വിചിന്തനത്തിന് ശ്രദ്ധിക്കേണ്ടത്. ഒരു പുതിയ ചിന്തകൾ ഇവിടെ ആവശ്യമായിരിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് ഈ ആരോഗ്യ മേഖലയിൽ, വിവിധ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ. ഇവിടെ എന്തെങ്കിലും പുതിയ അറിവുകൾ എപ്പോഴും പുറത്തു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. അതും പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ശതകോടികളാണ് ഇതിന് ഓരോ വർഷം ചെലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിവിടെ ഗവേഷണം നടത്താനൊന്നും പോകണ്ട, ഗവേഷണ സ്ഥാപനങ്ങളൊന്നും നടത്തണമെന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഇത് അനുസ്യൂതമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഗവേഷണം വൈദ്യശാസ്ത്ര രംഗത്തെ ചികിത്സയിൽ, രോഗനിർണയത്തിൽ പുതിയ അറിവ് നേടാനുള്ള പഠനങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ, ഓരോ പഠനം കഴിയുമ്പോഴും കിട്ടുന്ന അറിവുകൾ അവർ കൃത്യമായിട്ടത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അത് കാലാനുസൃതമായി പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഗവേഷണം നടത്തണ്ട. ആ പഠിക്കുന്ന അറിവുകൾ ഇവിടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടാകും. കാരണം അത്രമാത്രം വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൃദയാഘാതം, പക്ഷാഘാതം ഇത് രണ്ടും സംഭവിക്കുന്നതിന് മുന്നറിയിപ്പുകളാണ്. കാലുകളിൽ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വേദനയും മസിൽ കയറ്റവും ഉണ്ടാകുന്നത് 2002 പ്രസിദ്ധീകരിച്ചത്. നമ്മുടെ ആയുർവേദ കോളേജിലെ അടിസ്ഥാന ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ വാദചൂട് നിദാനത്തിൽ 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യമാണിത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് 2015 ഒരു പുതിയ അറിവ് പബ്ലിഷ് ചെയ്ത പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കരളിലും പാൻക്രിയാസിലും പഠിച്ചുകൂടുന്ന അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരവും അണുബാധകളുമാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ ദുർമേധസ്സാണ് പ്രമേഹത്തിൻ്റെ ഒരു കാരണമായി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കരളിലും പാൻക്രിയാസിലും അടിഞ്ഞുകൂടുന്ന അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം കളയുകയും അണുബാധകളെ ചെറുക്കുകയും ചെയ്താൽ പ്രമേഹം മാറും. അതാണ് അതിൻ്റെ കഥ. പുതിയ അറിവുകൾ അത്ര കൃത്യമായിട്ടത് പറയുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് 2 നേട്ടങ്ങളുണ്ട്. ചികിത്സ ലളിതമാക്കാം, രോഗശമനം എളുപ്പമാകും. അത് ഒരുപാട് അനുഗ്രഹമാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ സർക്കാരിനോട് പറയാനുള്ളത്, ഇവിടെ നിയമത്തിൽ ഈ രംഗത്ത് അല്പസ്വല്പം മാറ്റങ്ങൾ വരണം. ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുതിയ അറിവുകൾ അതാത് കാലത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പഠിച്ചിരിക്കണം. ആ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതാണ് പിന്നെ ഇവിടെ രോഗനിർണയത്തിലും ചികിത്സയിലും പ്രയോജനപ്പെടുത്തുന്നത് എങ്കിൽ ഇവിടെ നിന്നാലും പിന്നെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിട്ടില്ല, ഇവിടെ തന്നെ രോഗശമനം സാധ്യമാകും. അതാണ് പറയാനുള്ളത്.